ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടോ. ആര് കുട്ടനോ? ഈ വന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. ചന്ദ്രേട്ടാ, ലേശം തടി കൂടിയുണ്ടല്ലേ? മുമ്പത്തേക്കാണ് കുറച്ച് തടി കൂടി, കുറച്ച് നറവും. അതെനിക്ക് തോന്നായില്ല. നമ്മളെ പാൽക്കാരൻ പോയോ? സാധാരണ ഗൾഫുകാരൊക്കെ വരുമ്പോ പാൽപ്പൊടി, വെള്ളം കലക്കുന്ന പൊടി ഉണ്ടല്ലോ, അതിന്റെ പേര് അത് തന്നെ, അതൊക്കെ കൊണ്ടുവരാറ്. നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ചന്ദ്രേട്ടാ. 10-15 വർഷം ഗൾഫിൽ നിന്നിട്ട് പാൽപ്പൊടി കുടിച്ച് മടുത്തിട്ട് നല്ല പശുവിന്റെ പാലിട്ട് ഒരു ചായ കുടിക്കാൻ ഒതി മൂത്തിട്ടാ. എന്നാ ഒരു തിരിച്ചുപോക്ക്. ഞാനിനി പോകുന്നില്ല ചന്ദ്രേട്ടാ. അത് നാട്ടിലെന്തേലും ഒരു പരിപാടി ചെയ്ത് നിൽക്കാന്ന് വിചാരിച്ചു. എന്ത് പരിപാടി അപ്പൊ ഈ കണ്ടത്? ഞാനേ കൃഷിയിലേക്ക് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കാ ചന്ദ്രേട്ടാ. അത് നല്ല തീരുമാനം അല്ലേ? അല്ലെങ്കിലും നിനക്ക് പണ്ടേ കൃഷിയോടും മണ്ണിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടല്ലോ. ഒരു വാഴ വെച്ച് അതിന് കുറച്ച് മണ്ണൊക്കെ കൂട്ടിക്കൊടുത്തു, കുറച്ച് കഴിയുമ്പോൾ നനച്ച് അത് കിളിർത്ത് കുറച്ച് വലിപ്പം വെച്ച് കുറച്ച് വളങ്ങളൊക്കെ ചേർത്ത് രണ്ടാമതും അതിന് മണ്ണ് കൂട്ടി അതിൽ നിന്നൊരു കൊല വെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിന് കിട്ടുന്നൊരു സുഖം തന്നെ. അത് അനുഭവിച്ചറിയണ്ടേ. സന്തോഷായടാ, മിടുക്കനായി. നിന്നെ പോലുള്ള ചെറുപ്പക്കാരാണ് ഇവിടെ വളർന്നു വരുന്നത്. ചന്ദ്രേട്ടാ, ഞാനിപ്പോ വരട്ടോ, ഒരു മിനിറ്റ്. നിങ്ങൾ ഇന്നത്തെ കാലത്തൊക്കെ ആരോ കൃഷിയിൽ കാശെടുക്കും, അല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് നാട്ടിൽ. നിങ്ങൾക്ക് നോട്ടരട്ടിപ്പിനെ പറ്റി ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ. നിങ്ങൾ 2 ലക്ഷം തരികയാണെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞാൽ 5 ലക്ഷമായി തിരിച്ചു. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. പരിപാടി ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കി. നമ്മളൊരു വാഴ വെച്ചാല് ഏകദേശം എത്ര സമയം കൊണ്ട് അതിന്റെ വിളവെടുക്കാം? ഇതിപ്പോ ഒരു 6 മാസം കൊണ്ടൊക്കെ കൊല വെട്ടാം. നന്നായിട്ട് നോക്കണം. 6 മാസം അല്ലേ? എന്നാലേ ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്താം. അപ്പനെ പിടിച്ച് മെത്തേ കടത്തിയിട്ട് വല്ല കാര്യവുമുണ്ട്? ചില ആൾക്കാരങ്ങനാ, കണ്ടാ പഠിക്കില്ല, കൊണ്ടാലേ പഠിക്കും.